പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ നന്ദി രാഹുൽ എന്ന വാക്കോടുകൂടി വലിയ ഒരു വാർത്ത കണ്ടു. ശരിക്കുമുള്ള നന്ദി ആർക്ക്, ആരോട് എന്നുകൂടി പത്രം വ്യക്തമാക്കുക തന്നെ ചെയ്യണം. മാതൃഭൂമി ഒരു പൊതുമാധ്യമമാണ്. വരുത്തുന്നത് പൊതുവായ കാര്യങ്ങൾ അറിയാനാണ്, പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ മാത്രം അറിയാനല്ല എന്നോർക്കണം. ദേശാഭിമാനി, ജന്മഭൂമി ഇങ്ങനെ തുടങ്ങി പാർട്ടി പത്രങ്ങളും മതപത്രങ്ങളുമുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മതത്തെ പ്രമോട്ട് ചെയ്യുക എന്നതാണ്. അതിൽ ഒരു തെറ്റും കാണുന്നുമില്ല. പക്ഷേ മാതൃഭൂമി, മനോരമ തുടങ്ങിയവയെ അത്തരത്തിലല്ല പൊതുവെ കണ്ടിരുന്നത്. പൊതുസമൂഹം അത്തരത്തിലല്ല അവയെ വീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മാതൃഭൂമി ഇന്ന് മാതൃഭൂമി എവിടെ എത്തി നിൽക്കുന്നു? ലോക ഇസ്ലാം തീവ്രവാദത്തെയും ദേശവിരുദ്ധതയെയും പരോക്ഷമായി പിന്താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് മാതൃഭൂമി ചെയ്യുന്നത്. മനോരമയെ പറ്റി പറയുന്നില്ല, കാരണം അവർക്ക് അവരുടെ ഒരു അജണ്ടയുണ്ട്. അത് എല്ലാവർക്കും അറിയാം. മാതൃഭൂമിയുടെ ഭൂരിപക്ഷം ഷെയർ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ ആയി കഴിഞ്ഞു. മാതൃഭൂമിയുടെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബജറംഗ് ദൾ മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ബജറംഗ് ദൾ ക്ഷേത്രീയ സംയോജകന്റെ വാക്കുകളിലേക്ക്. ഏത് കാലഘട്ടത്തിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ഹിന്ദുവിനും എതിരാണെന്ന് നമുക്കറിയാം. വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇത്രയും അജ്ഞാനിയായിട്ടുള്ള വിവരദോഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നാക്കിൽ നിന്നും ഹിന്ദുക്കൾ അക്രമകാരികളാണ്, ഹിന്ദുക്കൾ വിദ്വേഷം പരത്തുന്നവരാണ് എന്ന വാക്ക് വന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ വളരെയധികം പ്രചാരമുള്ള പത്രമായിട്ടുള്ള മാതൃഭൂമി രാഹുൽ ഗാന്ധിക്ക് നന്ദി കൊടുത്തിരിക്കുകയാണ്. നന്ദി രാഹുൽ, നന്ദി എന്നാണ് ഇന്നത്തെ ഹെഡിങ് തന്നെയുള്ളത്. ഇതിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പത്രത്തിൻ്റെ ഹെഡിങ് വായിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഓരോ ഹിന്ദുവിൻ്റെ മനസ്സിലേക്ക് എന്താണ് നൽകുന്ന സന്ദേശം? രാഹുൽ ഗാന്ധി തുറന്നു പറയാൻ തയ്യാറായ, ഹിന്ദുക്കൾ അക്രമകാരികളെന്ന് തുറന്നു പറയാൻ തയ്യാറായ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മാതൃഭൂമിയും പറയുന്നത്, മാതൃഭൂമി എന്ന പത്രത്തിൻ്റെ മാനേജ്മെൻറ്റും പറയുന്നത് ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്നാണ്. മാതൃഭൂമിയുടെ നയം മാറ്റം തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ആ പത്രം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജിഹാദികളുടെ കൈകളിലാണ് ഈ പത്രം. അതുകൊണ്ടാണ് ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങൾ അങ്ങനെ അവർ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും കേരളത്തിലെയും ഭാരതത്തിലെയും ഹിന്ദു സമാജത്തിനെ തളർത്താനാണ് മാതൃഭൂമി ആഗ്രഹിക്കുന്നതെങ്കിൽ, മാതൃഭൂമി ചിന്തിക്കുന്നതെങ്കിൽ, ലക്ഷ്യമതാണ് എങ്കിൽ അതിന് വെച്ചിട്ടുള്ള പത്രം നാലായി മടക്കിയിട്ട് അങ്ങ് മേശയിലിട്ടാൽ മാത്രം മതി. ഏതായാലും മാതൃഭൂമി പത്രത്തിനെതിരായിട്ടും പ്രതിഷേധം കേരളത്തിൽ മുഴുവൻ ഉടലെടുക്കാൻ വേണ്ടി പോവുകയാണ്. മാതൃഭൂമി പത്രം, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് മാപ്പ് പറയണം കേരളത്തിലെ ഹിന്ദു സമാജത്തിനോട്, ഹിന്ദു സമൂഹത്തിനോട്. അതല്ല എങ്കിൽ പത്രം ബഹിഷ്കരിക്കുന്നത് മുതൽ പത്രത്തെ പ്രതിരോധിക്കുന്നത് വരെയുള്ള നടപടികളിലേക്ക് കേരളത്തിൽ ബജരംഗ് ദളിന് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ സൂചനയായിക്കൊണ്ട് നാളെയും മറ്റന്നാളുമായി കേരളത്തിലെ മുഴുവൻ മാതൃഭൂമിയുടെ മുഴുവൻ പത്രം ഓഫീസുകളിലേക്കും പ്രതിഷേധ ധർണ നടത്തുവാനും മാതൃഭൂമി പത്രം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുവാനും സമരം നടത്തുവാനും വേണ്ടി ബജരംഗ് ദൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ആദ്യപടിയാണ്. ഈ സൂചന മാത്രം കണ്ടുകൊണ്ട് മാതൃഭൂമി മാപ്പ് പറയാൻ തയ്യാറായി എങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ബജരംഗ് ദൾ തയ്യാറാണ്. ബജരംഗ് ദളിന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി ശീലമില്ലാത്തൊരു സംഘടനയല്ല. ഇതിലും വലിയ ഹിന്ദുത്വത്തെ തകർക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ശക്തികളെ മുഴുവൻ മുട്ടിൽ നിർത്തിച്ച് മാപ്പ് പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് ബജരംഗ് ദളിനുള്ളത്. അതുകൊണ്ട് മാതൃഭൂമി ഒന്ന് മനസ്സിലാക്കണം, കേരളം മാറിയിട്ടുണ്ട്. ഇന്നലത്തെ കേരളമല്ല ഇന്നത്തെ കേരളമെന്ന് മാതൃഭൂമിയും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബജരംഗ് ദളിനെ പോലെയുള്ള ഹൈന്ദവ ശക്തികൾക്ക് വളക്കൂറുള്ള ശക്തിയുള്ള മണ്ണായി കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചന നാളെയും മറ്റന്നാളുമായിട്ട് മാതൃഭൂമിക്കും ഹൈന്ദവ വിരുദ്ധരായ എല്ലാവർക്കും ലഭിക്കും. അത് കണ്ടുകൊണ്ട് മാതൃഭൂമി, അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് രാഹുൽ ഗാന്ധി ചെയ്തത്, ആ തെറ്റിനെ പിന്തുണച്ച മാതൃഭൂമി പത്രം മാപ്പ് പറയണമെന്ന് ബജരംഗ് ദൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. അതിനുള്ള സൂചനാ സമരമായിട്ട് ഇനിയുള്ള 2 ദിവസം കേരളത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും.